പ്രേം നസീറിൻ്റെയും സത്യൻ്റെയും ഒക്കെ കാലത്ത് നിർമ്മാതാക്കൾക്ക് വലിയ വില ഉണ്ടായിരുന്നു. കുഞ്ചാക്കോയും മെർലാൻഡ് സുബ്രഹ്മണ്യവും അപ്പച്ചനും ഒക്കെ നിർമ്മാതാക്കളുടെ വില കളയാത്ത മനുഷ്യരായിരുന്നു. എന്നാൽ ആധുനിക ഘട്ടത്തിൽ സിനിമയ്ക്കായി പണം മുടക്കുന്ന നിർമ്മാതാക്കൾക്ക് ഒരു വിലയുമില്ല. നടന്മാർ കാണിക്കുന്ന തോന്നിയാസങ്ങൾ നിശബ്ദം സഹിക്കുകയാണ് നിർമ്മാതാക്കളുടെ വിധി. ആ വിധിക്ക് ഇപ്പോൾ ഒരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു നടൻ ബിജു മേനോന്. നടൻ ബിജു മേനോൻ നല്ല നടനാണ്, സംശയമില്ല. പക്ഷേ ഉഴപ്പനാണ്. അത് അദ്ദേഹവുമായി അടുപ്പമുള്ള എല്ലാവർക്കും അറിയാം. നല്ല സിനിമകൾ തിരഞ്ഞെടുക്കാൻ മിടുക്കനാണ് അദ്ദേഹം. പക്ഷേ നിർമ്മാതാവിനോട് ഒരു ആനുകൂല്യവും അല്ലെങ്കിൽ ഒരു ബഹുമാനവും ബിജു മേനോൻ നൽകാറില്ല. അത് ബിജു മേനോൻ്റെ പിഴയാണ്. ആ പിഴയ്ക്ക് ബിജു മേനോൻ വലിയ പിഴ അടയ്ക്കേണ്ടി വന്നിരിക്കുന്നു. ബിജു മേനോൻ പ്രമോഷൻ അഭിമുഖത്തിൽ പങ്കെടുക്കാത്ത സംഭവം സിനിമാ രംഗത്ത് ചർച്ചാ വിഷയമായിരുന്നു. അതിൽ നിലപാട് കടുപ്പിച്ച് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രംഗത്ത് വന്നു. ബിജു സഹകരിക്കാത്തത് മൂലം 25 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് നിർമ്മാതാവ് ആരോപിച്ചു. നടന്ന സംഭവം എന്ന ചിത്രത്തിൻ്റെ നിർമ്മാതാവ് അനൂപ് കണ്ണനാണ് ഈ പരാതി കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് നൽകിയത്. ഈ പരാതിയിൽ ഇടപെട്ട നിർമ്മാതാക്കളുടെ സംഘടന നിർമ്മാതാവിന് നഷ്ടപരിഹാരമായി 15 ലക്ഷം രൂപ നൽകാൻ ബിജു മേനോനോട് ആവശ്യപ്പെട്ടു. കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇക്കാര്യം കാണിച്ച് ബിജുവിന് കത്ത് നൽകി. നിർമ്മാതാവ് അനൂപ് കണ്ണൻ 3 മാസം മുമ്പ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഈ പരാതിക്ക് കഴമ്പുണ്ടെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. അതുകൊണ്ടാണ് കർശനമായ നടപടി സ്വീകരിച്ചതെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ നേതാവ് ബി രാഗേഷ് പറഞ്ഞു. 15 ലക്ഷം രൂപ ബിജു മേനോൻ്റെ അടുത്ത സിനിമയുടെ പ്രതിഫലത്തിൽ നിന്നും ഈടാക്കാനാണ് തീരുമാനം. വിഷയം ഗൗരവമായി കണ്ട് താരസംഘടനയായ അമ്മയ്ക്കും അസോസിയേഷൻ കത്ത് നൽകിയിട്ടുണ്ട്. നിരവധി താരങ്ങൾ പ്രമോഷൻ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്ന പരാതി നിർമ്മാതാക്കൾക്കിടയിൽ വ്യാപകമാണ്. ഇത് ശരിയായ കീഴ്വഴക്കമല്ലെന്ന് ബി രാഗേഷ് വ്യക്തമാക്കി. നടന്ന സംഭവം എന്ന ചിത്രത്തിൻ്റെ OTT റിലീസിന് മുന്നോടിയായി ഒരു ചാനലിൻ്റെ അഭിമുഖത്തിൽ പങ്കെടുക്കണമെന്ന് നിർമ്മാതാവ് ആവശ്യപ്പെട്ടിരുന്നു. ബിജു മേനോൻ ഇത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് പ്രമോഷനിൽ നിന്ന് പിന്മാറിയെന്നാണ് നിർമ്മാതാവിൻ്റെ പരാതി. ബിജു മേനോൻ ഒരു കാലത്ത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന നടനാണ്. നല്ല കഥാപാത്രങ്ങൾ അദ്ദേഹത്തെ തേടി വന്നു. മേഘമൽഹാറും മഴയും ഒക്കെ ബിജു മേനോൻ്റെ പെർഫോമൻസ് കണ്ട സിനിമകളാണ്. ബിജു മേനോന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളും ലഭിച്ചു. ആ കഥാപാത്രങ്ങളിലെല്ലാം അദ്ദേഹം ശോഭിക്കുകയും ചെയ്തു. വില്ലനായും നായകനായും ഉപനായകനായും ഒക്കെ മികച്ച പ്രകടനമാണ് ബിജു മേനോൻ കാഴ്ചവെച്ചത്. നല്ല നടനാണ് ബിജു മേനോൻ. പക്ഷേ ബിജു മേനോന് നിർമ്മാതാവിനോട് ഒരു വിലയുമില്ല. നിർമ്മാതാവിൽ നിന്ന് പ്രതിഫലം വാങ്ങിക്കഴിഞ്ഞാൽ ആ നിർമ്മാതാവിൻ്റെ സിനിമ അല്ലെങ്കിൽ താൻ അഭിനയിച്ച സിനിമ രക്ഷപ്പെടണം എന്ന ഒരു വിചാരം ബിജു മേനോന് ഇല്ല. ബിജു മേനോനെ ചുറ്റിപ്പറ്റി ഇതിനു മുമ്പും പരാതികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആരും രേഖാമൂലം പരാതി നൽകിയിരുന്നില്ല. പല ചിത്രങ്ങളുടെയും പ്രമോഷനിൽ നിന്ന് ബിജു മേനോൻ പിന്മാറുന്നു എന്ന പരാതി വ്യാപകമാണ്. ഗരുഡൻ എന്ന ബിജു മേനോനും സുരേഷ് ഗോപിയും അഭിനയിച്ച ചിത്രത്തിൻ്റെ പ്രൊമോഷനിലൊക്കെ ബിജു മേനോൻ വലിയ ഉഴപ്പായിരുന്നു കാണിച്ചത്. പൊതുവെ ഉഴപ്പനാണ് ബിജു മേനോൻ. അത് അഭിനയിക്കുന്ന കാര്യത്തിലായാലും ജീവിതത്തിൻ്റെ കാര്യത്തിലായാലും. അതാണ് ഇപ്പോൾ ബിജു മേനോനെ കൊണ്ട് പുലിവാല് പിടിപ്പിച്ചിരിക്കുന്നത്. ബിജു മേനോനെ പോലെ തന്നെ ന്യൂജൻ താരങ്ങൾ പലരും വിവാദത്തിൽ പെട്ടിരുന്നു. ഷെയ്ൻ നിഗം ബെയിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഡേറ്റ് നൽകിയതിന് ശേഷം കാണിച്ച കോപ്രായങ്ങളൊക്കെ കേരളം കണ്ടു. ആ ചിത്രവുമായി സഹകരിക്കില്ല, തോന്നിയ സമയത്ത് സെറ്റിലെത്തുക തുടങ്ങിയ കോപ്രായങ്ങൾ.
അതിൽ ശക്തമായി കേരള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇടപെടുകയും ഷെയ്ൻ നിഗത്തെ വരുതിയിലാക്കുകയും ചെയ്തു. ഷെയ്ൻ നിഗവും ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും ഒക്കെ നിർമ്മാതാക്കൾക്ക് വില കൽപ്പിക്കാത്ത നടന്മാരാണ്. ഇവർ കണ്ടുപഠിക്കേണ്ടത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെയാണ്. തങ്ങളുടെ സിനിമ എങ്ങനെ പ്രൊമോഷൻ ചെയ്യണമെന്നും തങ്ങളുടെ സിനിമയ്ക്ക് ആവശ്യമായ പ്രൊമോഷൻ എങ്ങനെ നൽകണമെന്നും അവർ തീരുമാനിക്കുന്നു. നിർമ്മാതാക്കളുടെ വേദന മനസ്സിലാക്കി അവർ പ്രൊമോഷൻ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അതൊക്കെയാണ് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഇപ്പോൾ നിലനിർത്തുന്നത്. ബിജു മേനോനൊക്കെ ഇന്നലത്തെ മഴയിൽ കുളിർത്ത തകര പോലെയാണ്. എപ്പോൾ വേണമെങ്കിലും നശിക്കപ്പെടാവുന്ന തകര. നിർമ്മാതാവ് അനൂപ് കണ്ണൻ്റെ കണ്ണീരിന് വില കിട്ടിയിരിക്കുന്നു. 15 ലക്ഷം രൂപ ബിജു മേനോനിൽ നിന്ന് ഈടാക്കാൻ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നു.